പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചത് കൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നാൽ അതെനിക്ക് തന്നെ എന്റെ മനസാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഹോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് കണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ്. കമന്റുകൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ 99% ഹണി റോസിന് എതിരാണ്. വൾഗറായ വസ്ത്രം ധരിച്ച് വരുന്നത്, കുറെ കൂടെ മോശമായ വാക്കുകളുണ്ട്. അതൊരു കാരണവശാലും പറയുകയും ചെയ്യുന്നുണ്ടോ ഹണി റോസിനെ ഇത്തരം വസ്ത്രധാരണം തെറ്റ് തന്നെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. വസ്ത്രധാരത്തെ വിമർശിച്ചുകൂടെ, രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഹണി റോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അതിൽ ഓപ്പോസിറ്റ് ഇരുന്ന ആങ്കർ ഉണ്ടെങ്കിൽ പുള്ളിക്കാരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതേ കണക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കുംഭമേളയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു കുട്ടിയാണ് കൊണ്ടുവന്നത്, അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളൊരു കാര്യം. ആ സമയത്ത് ഹണി റോസ് പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയത്തില്ല എന്നാണ്. സോ അതിനൊരിക്കലും വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി കേരളത്തിൽ വന്നപ്പോൾ ന്യൂസ് മൊത്തം ആ ഒരു കാര്യം കവർ ചെയ്തതാണ്. അപ്പോൾ ഒരിക്കലും അറിയാതിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. അറിഞ്ഞിട്ടും ചുമ്മാ അത് പറയാതിരിക്കുന്നതായിരിക്കും. അത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ഫുള്ളായിട്ടൊരു ക്ലിപ്പ് പോലെ ഉണ്ട്. എന്തൊക്കെയാണ് തനിക്ക് പറയാനുള്ളതെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ തന്നെ കുറ്റപ്പെടുത്തിയതിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചും കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെ കുറിച്ചായി പോയി. വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയില്ല, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന്. അല്ല, അതങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ, വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് ഹണി റോസ് പറഞ്ഞതിൽ 100% യോജിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലോട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം കറക്റ്റായിട്ട് തന്നെയാണ് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. അപ്പോഴത്തേന് ഇത് ഫുൾ ഡ്രസ്സിലോട്ട് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല, കറക്റ്റായിട്ട് രീതിയിൽ തന്നെയാണ് പോയത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ മെയിനായിട്ട് സംസാരിച്ചത് രാഹുൽ ഈശ്വറാണ്. സോ ഈ ഒരു വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേന് കൂടുതൽ രാഹുൽ ഈശ്വറിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യമാണ്. ഇതിന് ശേഷം ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം രാഹുൽ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വന്തം ചാനലിൽ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കുക, എന്താണ് അദ്ദേഹം പറയുന്നതെന്നുള്ളൊരു കാര്യം. ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണി റോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണി റോസിനെതിരെ അവമതിപ്പും മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 2 തവണ മനോഹരമായും വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനോഹരമായി സംസാരിക്കുന്നു, ഹണി റോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവ്വം ഞാൻ വഴിമാറ്റി ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഹണി റോസ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത് രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിക്കുന്നതൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യത്തിന്റെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മാറ്റി പറയാനോ അല്ലെങ്കിൽ തിരുത്താനോ അത് മാനിപ്പുലേറ്റ് ചെയ്യാനോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ എന്നെ കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയുള്ളൂ എന്നുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഭയങ്കരമായിട്ട് വളച്ചൊടിച്ച് സംസാരിച്ച ഒന്നുമല്ല. ഞാൻ പറയുന്നത് ശരിയുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തെന്ന കാര്യമാണ് രാഹുൽ ഈശ്വർ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്കെതിരെ വന്ന കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ ഈ ഡ്രസ്സിനെ പറ്റി കുറ്റം പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതി പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കണ്ടാൽ മതി. ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ അതിനകത്തുള്ളതാണ്. എന്തായാലും ഹണി റോസിനെ പറ്റിയുള്ള ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേയധികം വാർത്തകൾ ഇനിയും വരുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഹണി റോസ് പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് എന്നുള്ള ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.